ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ്സ് അബൌട്ട് വെന്റിലേഷൻ ഇൻ ടണൽസ്. അപ്പോൾ എന്താണ് വെന്റിലേഷൻ, എങ്ങനെയൊക്കെയാണ് ഒരു ടണലിൽ വെന്റിലേഷൻ കൊടുക്കുന്നത്, അതിനെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെന്റിലേഷൻ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ, വൈ ഇറ്റ് ഈസ് റിക്വയർഡ്. To furnish fresh air for the workers, to remove the dust caused by drilling and blasting, mucking diesel engines and other operations, to remove obnoxious gases and fumes of explosives. അപ്പോൾ ഒരു ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തിനാണ് നമുക്ക് വെന്റിലേഷൻ ആവശ്യം വരുന്നത്? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഹസാഡസ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഹസാഡസ് ആയിട്ടുള്ള ഗ്യാസസിനൊക്കെ എന്ത് ചെയ്യാം, പുറത്തോട്ട് കളഞ്ഞിട്ടൊരു ഫ്രഷ് എയർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ടണൽ വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സേഫ് വർക്കിംഗ് കണ്ടീഷന് നമുക്ക് ഒരു ടണലിൽ എന്ത് ആവശ്യമുണ്ട്, ടണലിൽ ഒരു ഫ്രഷ് എയർ ആവശ്യമുണ്ട്. അപ്പോൾ ടണൽ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് എന്തൊക്കെ വരും, കുറേ ഡസ്റ്റുകൾ വരും. ഡ്രില്ലിങ്, ബ്ലാസ്റ്റിംഗ്, എൻജിൻസിൽ നിന്നൊക്കെ എന്ത് വരും, കുറേ ഡസ്റ്റുകൾ വരും. ഈ ഡസ്റ്റുകളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ പുറത്തോട്ട് കളയണം, എക്സോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ പുറത്തോട്ട് കളയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. Then how this ventilation is done? It is done by mechanical ventilation, usually supplied by electric fans or, for example, axial for pressure fans. If air is blown into the tunnel, it may be forced through a lightweight pipe or fabric dust. If the air is exhausted, it is necessary to use a rigid deck that will not collapse. The exhaust method has the advantages of more quickly removing objectionable air from the spaces occupied by the workers. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു വെന്റിലേഷൻ ചെയ്യുന്നൊരു ഫാനൊക്കെ വെച്ചിട്ടാണ്, ഇലക്ട്രിക് ഫാൻസൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഹസാഡസ് ആയിട്ടുള്ള ഡസ്റ്റിനെയും അതുപോലെ തന്നെ ഗ്യാസസിനെയൊക്കെ പുറത്തോട്ട് കളയുന്നത്. The mechanical ventilation system provides the temperature, humidity and air velocity condition necessary to give tunnel users a reasonable degree of comfort during normal operation. When a fire occurs in a tunnel, the system must also provide a safe evacuation route for tunnel users and access for fire fighting services. The choice and design of ventilation system depends upon the main factors. എങ്ങനെയാണ്, എന്ത് രീതിയിലാണ് നമ്മൾ വെന്റിലേഷൻ സിസ്റ്റം ചൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ചോയ്സും ഡിസൈനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറയുന്നത്. ഒന്നാമത്തത് ടണൽ ലെങ്ത് ആൻഡ് വോളിയം. സെക്കൻഡ് വൺ ഈസ് അഡ്മിസിബിൾ എയർ പൊല്യൂഷൻ അറൗണ്ട് ടണൽ പോർട്ടൽസ്. ദെൻ ഫയർ സേഫ്റ്റി കൺസിഡറേഷൻ. ഫോർത്ത് വൺ ഈസ് key pollutants include carbon dioxide, nitrogen oxide, nitrogen dioxide, hydrocarbons, PM10, particulate matters 10 and lead. Better understanding of ventilation technique. And last one is awareness of new safety and environmental legislation. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏത് തരം വെന്റിലേഷൻ സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. There are various types of ventilation systems in tunnel construction provided to remove dust and poisonous gases in construction and operation. The main objectives of providing ventilation system tunnel are to provide working through an environment of fresh air. നമ്മൾ പറഞ്ഞതാണ്, ഒരു ഫ്രഷ് എയർ പ്രൊവൈഡ് ചെയ്യാം. To exhaust out fumes and gases that is injurious to health and explosives in nature. ഗ്യാസസിനൊക്കെ എന്ത് എക്സോസ്റ്റ് ചെയ്ത് കളയാം. To remove drilling, mucking, blasting and gases emitted.
Ventilation during construction and after completion of tunnel construction is an essential feature that a tunnel should on to facilitate functional, comfortable and a safe tunnel environment for both the road and railway tunnels. അപ്പോൾ നമ്മൾ ടണൽ കൺസ്ട്രക്ഷൻ സമയത്തും അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടും അതിൻ്റെ ഓപ്പറേഷൻ സമയത്ത് എന്താണ് നല്ലൊരു വെന്റിലേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യൽ എന്താണ്, ഇറ്റ് ഈസ് ഇൻവേറ്റബിൾ. കാരണം നമുക്കൊരു കംഫർട്ടായിട്ടുള്ള ഓപ്പറേഷൻ അതിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നല്ല ഫ്രഷ് എയർ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രഷ് എയർ വേണമെങ്കിൽ എന്ത് വേണം, നമ്മൾ അവിടുന്ന് ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസസ് ഡസ്റ്റുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പുറന്തള്ളി പോവുകയും വേണം. ഇനി വൈ വെന്റിലേഷൻ സിസ്റ്റം in tunnel construction required. When the work is being carried out within the tunnel, each worker has to supply with 200 cubic feet to 500 cubic feet of fresh air constantly. വർക്ക് ചെയ്യുമ്പോൾ 200 cubic feet to 500 cubic feet എന്ത് വേണം, ഫ്രഷ് എയർ നിർബന്ധമാണ്. The concentration of compressed air emitted during drilling purposes contaminated with the oil and dust, so this should not be taken as source of air to play the role of ventilation. After each explosion, the face is completely covered with air that is full of fumes, dust, and it is unfit for breathing. Before he starts to remove the debris of the explosions, the foul air surrounding him must be removed out by any source of exhaustion and get him fresh air. There exists 30 minutes between the explosion and mucking process, within which the ventilation system installed should clear the tunnel contaminated with the poisonous gases and dust and refill the fresh air. 3 factors based on which the form and capacity of ventilation systems are dependent. ഏത് തരത്തിലുള്ള വെന്റിലേഷൻ സിസ്റ്റം അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ് വേണ്ടത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഒന്ന് ലെങ്ത് ആൻഡ് സൈസ് ഓഫ് ദി ടണൽ, ദെൻ എമൗണ്ട് ഓഫ് എക്സ്പ്ലോസീവ്സ് യൂസ്ഡ് ഫോർ ദി ബ്ലാസ്റ്റിംഗ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ്. ഫോർത്ത് വൺ ഈസ് കണ്ടീഷൻ ആൻഡ് റേറ്റ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻസൈഡ് ദി ടണൽ. ഈ ഒരു ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് എത്ര കപ്പാസിറ്റിയാണ് വെന്റിലേഷൻ സിസ്റ്റം വേണ്ടത്, ഏത് വെന്റിലേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് ഡസ്റ്റ് എമിറ്റഡ് ഡ്യൂറിങ്, ഒരു ടണലിംഗ് വർക്കിൻ്റെ സമയത്ത് എമിറ്റ് ചെയ്യുന്ന ഡെൻസിറ്റി, ഡസ്റ്റിൻ്റെ ഡെൻസിറ്റിയാണ് ഈ ഒരു ഇതിൽ കാണിച്ചിട്ടുള്ളത്. എക്സ്കവേഷൻ സമയത്ത് ഒരു 10 to 1000 മില്ലിഗ്രാം പെർ മീറ്റർ ക്യൂബ് വരുന്നുണ്ട്. ലോഡിങ് മെറ്റീരിയലിൻ്റെ സമയത്തും 10 to 1000 വരുന്നുണ്ട്. മക്കിങ്ങിൻ്റെ സമയത്ത് 10 to 100 വരുന്നുണ്ട്. ഡ്രില്ലിങ്ങിൻ്റെ സമയത്ത് 1 to 50, ബ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത് 100 to 300 മില്ലിഗ്രാം പെർ മീറ്റർ ക്യൂബ് വരുന്നുണ്ട്. ഷോർട്ട് ക്രീറ്റിങ്ങിൻ്റെ സമയത്ത് 10 to 200 മില്ലിഗ്രാം പെർ മീറ്റർ ക്യൂബൊക്കെ എന്ത് വരുന്നുണ്ട്, ഡസ്റ്റുകൾ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഹസാർഡസ് ആണ്. അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ ഹെൽത്തിന് ഹസാർഡസ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, കറക്റ്റായിട്ട് റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് മേ എഫക്റ്റ് ദെയർ ഹെൽത്ത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറക്റ്റായിട്ടുള്ളൊരു വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് വെന്റിലേഷൻ സിസ്റ്റംസ്. Type of ventilation airflow systems in tunnels. Longitudinal ventilation airflow systems. Here the direction of airflow is longitudinal in nature. At the beginning of the tunnel or the tunnel section starting, this moves the pollutant gas and effluents that is followed by the fresh air. Then at the end of the tunnel portal or at the section end, the polluted air is discharged. The configuration of longitudinal ventilation can be either portal to portal, അല്ലെങ്കിൽ portal to portal ആവും. ഇതാണ് പോർട്ടൽ, ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലോട്ട്, ഓർ ഇത് ഷാഫ്റ്റ് ടു ഷാഫ്റ്റ്, അല്ലെങ്കിൽ എന്താവാം ഷാഫ്റ്റ് ടു ഷാഫ്റ്റ് ആവാം. ഇതാണ് ഒരു ഷാഫ്റ്റിൽ നിന്ന് വേറൊരു ഷാഫ്റ്റിലോട്ട്, ഓർ
പോർട്ടൽ ടു ഷാഫ്റ്റ് ആവാം. ഈ പോർട്ടലിൽ നിന്ന് ഷാഫ്റ്റിലോട്ടും ആവാം. 3 രീതിയിലാവാം ലോഞ്ചിറ്റ്യൂഡിനൽ വെന്റിലേഷൻ വരുന്നത്. ഫോർ ട്രാൻസിറ്റ് ആൻഡ് റെയിൻവേ ടണൽ ദ ലോഞ്ചിറ്റ്യൂഡിനൽ എയർ ഫ്ലോ സിസ്റ്റം ഈസ് യൂസ്ഡ്. നമ്മൾ ട്രാൻസിറ്റ് ടണൽസ് അതുപോലെ തന്നെ റെയിൽവേ ടണൽസിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എയർ ഫ്ലോ ടണൽസ് എല്ലാം യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഇനി ട്രാൻസ്വേഴ്സ് എയർ ഫ്ലോ വെന്റിലേഷൻ ടണൽസ് ഇൻ systems in tunnels. Here, uniform distribution of fresh air is created along the length of the tunnel. Along the length of the tunnel എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രഷ് എയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മെയിൻലി എംപ്ലോയ്ഡ് ഇൻ റോഡ് ടണൽസ്. റോഡ് ടണൽസിലാണ് ഇത് മെയിനായിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. ഒക്കേഷണലി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസിറ്റ് ടണൽസ്. ദ സിസ്റ്റം ക്യാൻ ബി either fully or semi transverse. ഫുള്ളി ആവാം അല്ലെങ്കിൽ സെമി ട്രാൻസ്വേഴ്സ് സിസ്റ്റം ആവാം. ദ ട്രാൻസ്വേഴ്സ് വെന്റിലേഷൻ സിസ്റ്റം ഈസ് ബെറ്റർ ദാൻ ലോഞ്ചിറ്റ്യൂഡിനൽ വൺ ഫോർ ടണൽ ദാറ്റ് ആർ ലോങ്ങർ ദാൻ 4 to 5 kilometers. ഒരു 4 to 5 കിലോമീറ്ററിനേക്കാളും നീളമുള്ള ടണലാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവും എന്താണ്, ട്രാൻസ്വേഴ്സോ സെമി ട്രാൻസ്വേഴ്സ് വെന്റിലേഷനാണ്. അപ്പോൾ കുറച്ച് നീളമുള്ള ലോങ്ങർ ആയിട്ടുള്ള ടണൽസിന് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനായിട്ടുള്ള വെന്റിലേഷൻസ് എന്ത് ചെയ്യുന്നില്ല, ചൂസ് ചെയ്യുന്നില്ല. ഇനി വെന്റിലേഷൻ സിസ്റ്റം capability and their choice will depend upon air considerations. The amount of air within the tunnel, that too must be calculated based on the traffic condition. The rate of emission of gases within the tunnel, the standards of pollution level, local standard conditions, or the neighboring environment too is not polluted and harmed. ഇത്ര കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏത് വെന്റിലേഷൻ സിസ്റ്റമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. In the case of railway tunnels, the emergency scenario of smoke or fire cause is a major concern behind the choice of ventilation. Here mainly longitudinal ventilation is used, that uses ventilation plants at intermediate shaft or at the station adjacents. ഇപ്പോൾ നമ്മൾ റെയിൽവേ ടണൽസിൽ മെയിനായിട്ട് എന്താണ്, നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വെന്റിലേഷനാണ് ഉപയോഗിക്കുന്നത്. കാരണം അവിടെ ഒരു എമർജൻസി സ്മോക്ക്, ഫയർ ഇതിൻ്റെയൊക്കെ ഒരു കൺസേൺസ് വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെയിനായിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വെന്റിലേഷൻ യൂസ് ചെയ്യുന്നത്. The ventilation provided can be either natural or mechanical ventilation. വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നെങ്കിൽ നാച്ചുറൽ ആവാം, അല്ലെങ്കിൽ എന്താവാം, മെക്കാനിക്കൽ വെന്റിലേഷൻ ആവാം. When from one portal to next portal of the tunnel there is provision of drift, it forms fire ventilation during the operation involving enlarging. This is when tunnel length is short. In case of long tunnel, such natural ventilation will be inadequate. We must design separate mechanical ventilation system. ചെറിയ ടണലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഡ്രിഫ്റ്റ് ടണൽ സാധാരണ വിൻഡൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസസിനും അതുപോലെ തന്നെ ഡസ്റ്റിനൊക്കെ റിമൂവ് ചെയ്യും. പക്ഷേ ലോങ്ങർ ടണൽസ് ആവുമ്പോൾ ഈ ഒരു ഡ്രിഫ്റ്റ് കൊണ്ടുള്ള വെന്റിലേഷന് എന്തായില്ല, സാധ്യമാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പ്രൊവൈഡ് ഇലക്ട്രിക് ഫാൻസ്. അപ്പോൾ മെക്കാനിക്കൽ വെന്റിലേഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. മെക്കാനിക്കൽ വെന്റിലേഷൻ സിസ്റ്റംസ് ഇൻ ടണൽസ്. Mechanical ventilation system employs mechanical device like electric fan, exhaust and blowers, which serves the function of removing exhaust gases within the tunnel and help blowing fresh air into the tunnel. Now, whatever be the device employed, there are 3 main services that can be provided: blowing, exhausting, combination of blowing and exhausting. Mechanical ventilation 3 ടൈപ്പാണ്. ബ്ലോയിങ് ടൈപ്പ് ഉണ്ട്, എക്സോസ്റ്റിംഗ് ടൈപ്പ് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു കോമ്പിനേഷനുണ്ട്. ബ്ലോയിങ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ, ആസ് ദ നെയിം ടെൽ, ഫ്രഷ് ക്ലീൻ എയർ ഈസ് ബ്ലോൺ ടു ദി വർക്കിംഗ് ഫേസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പൈപ്സ്. ഫ്രഷ് എയർ എന്ത് ചെയ്യും, ടണലിലോട്ട് ബ്ലോ ചെയ്യാം. വെൻ ഇറ്റ് ഫ്ലോസ് ബാക്ക് ടു ദി പോർട്ടൽ, ഇറ്റ് ടേക്ക് ദി ഡസ്റ്റ് ആൻഡ് ഗ്യാസസ് വിത്ത്. അത് പുറത്തോട്ട് പോകുമ്പോൾ
എന്ത് ചെയ്യും, അതിൽ നിന്നുള്ള ഡസ്റ്റിനും ഗ്യാസസിനൊക്കെ എന്ത് ചെയ്യും, പുറത്തോട്ട് കൊണ്ടുപോകും. ദിസ് സിസ്റ്റം ഓഫ് വെന്റിലേഷൻ ഹെൽപ്പ് പ്രൊവൈഡിങ് ഫ്രഷ് എയർ നിയർ ദി വർക്കിംഗ് ഫേസ് വിത്ത് ഈസ്. ബട്ട് ഇൻ ലോങ് ടണൽ ദിസ് സിസ്റ്റം ഹാവ് എ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫോഗിങ് ദി അറ്റ്മോസ്ഫിയർ ഇൻസൈഡ് ദി ടണൽ when the smoke, dust and foul air is moved out. ഇനി എക്സോസ്റ്റിംഗ് വെന്റിലേഷൻ സിസ്റ്റമാണ്. ദ സിസ്റ്റം ഇൻകോർപ്പറേറ്റ് എക്സോസ്റ്റിംഗ് ഡസ്റ്റ് നിയർ ദി വർക്കിംഗ് ഫേസ് into which the foul air and dust are let. അപ്പോൾ ഒരു എക്സോസ്റ്റിംഗ് ഡസ്റ്റിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ ഡസ്റ്റിനെയും ഫോൾ എയറിനൊക്കെ കടത്തിവിടും. ബൈ ദിസ് ഫ്രഷ് എയർ ഈസ് മെയിൻറ്റെയിൻ വിത്തിൻ ദി ടണൽ. അപ്പോൾ ഈ ഫോൾ എയറൊക്കെ പോയാൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഫ്രഷ് എയർ ഡെവലപ്പ് ചെയ്യും ത്രൂ ദി എൻട്രൻസ്. ക്വിക്ക് റിമൂവൽ ഓഫ് ഡസ്റ്റ് ആൻഡ് സ്മോക്ക് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് ദി exhausting system. Combination of blowing and exhausting. This concept is developed so that the advantages of each system can be combined, bringing the ventilation system higher performance. Blowing അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സോസ്റ്റിങ്ങും രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പൈൻ ചെയ്തിട്ട് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് കിട്ടത്തക്ക രീതിയിലുള്ള കോമ്പിനേഷൻസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്ലോയിങ്ങും അതുപോലെ തന്നെ ബ്ലോയിങ്ങും എക്സോസ്റ്റിങ്ങും കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെയുള്ള ഡസ്റ്റിനൊക്കെ മാറ്റാം. ഇനി ടണൽ ലൈറ്റിംഗ്. Tunnel lighting is very important to ensure that the tunnels are well lit so that the various activities and operations involved in tunnel can be carried out effectively and safely. Tunnel operations ഒക്കെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എന്ത് വേണം, ഇലുമിനേഷന് നമ്മൾ ടണലിൽ കിട്ടണം. അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ടണൽ ലൈറ്റിംഗ് ചെയ്യുന്നത്. ദ കോമൺ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ് നോർമലി യൂസ്ഡ് ഇൻ ടണൽ ആർ ഇലക്ട്രിക് ലൈറ്റ്സ്, കോൾ ഗ്യാസ്, അസറ്റ്ലീൻ ഗ്യാസ് ലൈറ്റ്സ് ആൻഡ് ലാൻറ്റേൺ. ഇപ്പോൾ പണ്ടൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ഇലക്ട്രിക് ലൈറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ കാലത്ത് കോൾ ഗ്യാസ്, അസറ്റ്ലീൻ ഗ്യാസ് ലൈറ്റ്സ്, ലാൻറ്റേൺസ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഇലക്ട്രിക് ലൈറ്റ്സ് ആർ കൺസിഡേർഡ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആസ് ദിസ് റേഡിയേറ്റ്സ് ബ്രൈറ്റ് ലൈറ്റ് ഓഫ് ദി റിക്വയർഡ് ഇൻറ്റൻസിറ്റി, ആർ ഫ്രീ ഫ്രം സ്മോക്ക് ആൻഡ് ആർ ഈസിലി മാനുവറബിൾ ഫ്രം ദി പോയിൻറ്റ് വ്യൂ ഓഫ് എക്സ്റ്റൻഷൻ. The places where plenty of light should normally be provided are operation points, equipment station, bottom shaft, storage points, tempering stations and underground repair shops. ഈ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നന്നായിട്ട് പ്ലെൻറ്റി ഓഫ് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഡ്രൈനേജ് ഓഫ് ടണൽസ് ആണ്. Drainage of tunnels means controlling of water during the and after the construction of tunnels. വാട്ടറിന് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. കൺട്രോളിങ് ഓഫ് വാട്ടർ ഈസ് അറ്റൈൻഡ് ബൈ പ്രിവെൻറ്റിംഗ് ദി എക്സസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫ്രം എൻറ്ററിങ് ദി ടണൽ ആൻഡ് റിമൂവിംഗ് ദി വാട്ടർ ദാറ്റ് ഡസ് എൻറ്റർ. ഇൻ ഡ്രൈവിംഗ് ടണൽ വാട്ടർ കംസ് ഫ്രം ടു സോഴ്സസ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് wash water used for washing the drill holes and ground water or subsoil water. ടണൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് തരത്തിൽ വെള്ളം വരാം. ഒന്നെങ്കിൽ വാഷ് വാട്ടർ, നമ്മൾ ഡ്രില്ലിങ്ങിലൊക്കെ വാഷ് വാട്ടർ വരാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറും വരാം. ഡ്രൈനേജ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു ടെമ്പററി ഡ്രൈനേജ്. അതിൽ ഓപ്പൺ ഡച്ച് ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട്, പമ്പിങ് സിസ്റ്റം ഉണ്ട്. ദെൻ പെർമനൻറ്റ് ഡ്രൈനേജ്, സെൻട്രൽ ഡ്രെയിൻ സിസ്റ്റം ഉണ്ട്, കൊറിഗേറ്റഡ് ഷീറ്റ് റൂഫ് വിത്ത് സൈഡ് ഡ്രെയിൻസ് ഉണ്ട്, സിംഗിൾ സൈഡ് ഡ്രെയിൻ സിസ്റ്റം ഉണ്ട്. സെൻട്രൽ ഡ്രെയിൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദിസ് സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ വെൻ വാട്ടർ ഈസ് കമ്മിങ് ത്രൂ ദി റൂഫ് ആൻഡ് സൈഡ് വാൾ ഓഫ് ദി ടണൽ ഈസ് സഫീഷ്യൻ്റ്ലി ലോ. റൂഫിൽ നിന്നാണ് വെള്ളം വരുന്നത് ആൻഡ് സൈഡ് വാൾ സഫീഷ്യൻ്റ്ലി ലോ ആയിട്ടുള്ള കേസിലാണ് എന്ത് ചെയ്യുന്നത്,
നമ്മൾ സെൻട്രൽ ഡ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ദിസ് സിസ്റ്റം സെൻട്രൽ ഡ്രെയിനേജ് ഡിസ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് എ ലോഞ്ചിറ്റ്യൂഡൽ സ്ലോപ്പിംഗ് ടുവാർഡ്സ് ദി പോർട്ടൽ ഫ്രം വേർ ദേ കുഡ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദി ടണൽ ബൈ സ്യൂട്ടബിൾ പമ്പ്സ്. അപ്പോൾ എന്ത് ചെയ്യും, രണ്ട് ഭാഗത്തു നിന്നും വരുന്ന വാട്ടർ എന്ത് ചെയ്യും, സെൻട്രലിലോട്ടുള്ള ഡിച്ചിലോട്ട് പോകും. അവിടുന്ന് പോർട്ടലിലോട്ട് പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യും, പമ്പ് ചെയ്യുകയാണ് ഈ ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നത്. സിംഗിൾ സൈഡ് ഡ്രെയിൻ system. This system is adopted where the quantity of water entering the tunnel is small. ടണലിലോട്ട് വരുന്ന വെള്ളം വളരെ കുറവാണെങ്കിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സിംഗിൾ ഡ്രെയിൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. The method is adopted in case of tunnels carrying single line of highway or railway track. For draining water, single side drain of sufficient capacity is provided. ഒരു ഭാഗത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഓപ്പൺ ഡിച്ച് ഡ്രെയിനേജ് സിസ്റ്റം. ദിസ് ഈസ് ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് മെത്തേഡ് ത്രൂ വിച്ച് വാട്ടർ മേ ബി മൂവ്ഡ് ഇൻ ഓപ്പൺ ഡിച്ചസ് വിത്ത് പ്രോപ്പർ സ്ലോപ്സ് ടു ദി പോർട്ടൽസ് ആൻഡ് മേ ബി പമ്പ്ഡ് ഔട്ട് ഫ്രം ദി അപ്പോൾ ഓപ്പൺ ഡിച്ചസ് ഉണ്ടാക്കി എന്ത് ചെയ്യും, നമ്മൾ അവിടെ നിന്നുള്ള ടണൽസിൽ നിന്നുള്ള വെള്ളം ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ പുറത്തോട്ട് കളയാം. അതാണ് എന്ത്, ഓപ്പൺ ഡിച്ച്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഇൻ ഇംപേർവിയസ് സോയിൽസ് ആൻഡ് റോക്ക് ബേസസ്. അപ്പോൾ ഓപ്പൺ ഡിച്ചസ് ഉണ്ടാക്കുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ്, ഇംപേർവിയസ് ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ റോക്ക് ബേസസിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓപ്പൺ ഡിച്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇനി പമ്പിങ് സിസ്റ്റം. ഇൻ കേസ് ഓഫ് പമ്പിങ് സിസ്റ്റം ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ദാറ്റ് അക്യുമുലേറ്റ് ഈസ് കളക്റ്റഡ് ഇൻ സം വെൽസ് ആൻഡ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദി pump. For long tunnel it may be necessary to have more than one sump used. എന്ത് ചെയ്യും, സംവെല്ലിലോട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം, പമ്പ് ചെയ്ത് കളയാം. നമ്മൾ സാധാരണ പിസ്റ്റൺ ടൈപ്പ് പമ്പ്സ് യൂസ് ചെയ്യാറുണ്ട്, എന്ത് സെൻട്രിഫ്യൂജൽ പമ്പ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മൾ വെൻറ്റിലേഷനെ കുറിച്ചും ടണൽ ലൈറ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഡ്രെയിനേജിനെ കുറിച്ചും എന്ത് ചെയ്യും കുറിച്ച് നമ്മളൊരു ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെൻറ്റിലേഷൻ എല്ലാം ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫോൾ എയറിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടണലിൽ നിന്ന് ഒഴിവാക്കണം. അതിനുള്ള ഒരു മെത്തേഡാണെന്ത്, വെൻറ്റിലേഷൻ. നാച്ചുറൽ വെൻറ്റിലേഷൻ ചെയ്യുകയാണെങ്കിൽ മെക്കാനിക്കൽ വെൻറ്റിലേഷൻ നമുക്ക് ചെയ്യാം. ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ആവശ്യമുള്ള ഇലുമിനേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട മെത്തേഡാണെന്ന് ടണൽ ലൈറ്റിംഗ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക് ലൈറ്റിംഗ് ആണ്. ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ടണലിലോട്ട് വരുന്ന വെള്ളം എന്ത് ചെയ്യും, സേഫായിട്ട് പുറത്തോട്ട് കളയണം. അതിനുള്ള ഒരു മെത്തേഡാണെന്ന് ടണൽ ഡ്രെയിനേജ് സിസ്റ്റം. ഡിഫറെൻറ്റ് ഡ്രെയിനേജ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സാധാരണ ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ടണൽ വെൻറ്റിലേഷൻ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മെക്കാനിക്കൽ വെൻറ്റിലേഷന് എക്സോസ്റ്റിങ്ങും ബ്ലോയിങ്ങും അതുപോലെ തന്നെ കമ്പൈൻഡ് എക്സോസ്റ്റിംഗ് ആൻഡ് ബ്ലോയിങ്ങും ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അതൊക്കെ ഒന്നൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.